ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ബ്ലോക്സ് റൂട്ടാണ്. റോബ്ലോക്സിനകത്താണ്. ഇത് സെക്കൻഡ് പാർട്ടാണ് ബ്ലോക്സ് റൂട്ടിൻ്റെ. നമ്മൾ കഴിഞ്ഞ പാർട്ട് നിർത്തിയത് ലെവൽ 20 ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗെയിമിൽ കയറിയിട്ടുണ്ട്, ലോഡ് ആവുകയാണ്, കുറച്ച് ടൈം എടുക്കും. ആ ടൈം കൊണ്ട് നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണം. കുറച്ച് വെയിറ്റ് ചെയ്യുക. നമുക്ക് ഇനി കൊല്ലാനുള്ളത് ഗുർലാക്കിങ്ങനെയാണ്. എൻ്റെ കുറച്ച് പൈസ ഉണ്ട്, 6000. എൻ്റെ ഈ ടൂൾസും ഇല്ല, ഫ്രൂട്ട്സും ഇല്ല. ഇനി അതൊക്കെ മേടിക്കണം. ഞാൻ പൈററ്റ്സ് ആണ് സ്റ്റാർട്ട് ചെയ്തത് ആസ് യൂഷ്വൽ. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പൈററ്റ്സ് ആയിരുന്നു. നമുക്ക് ഇവിടെ ഉള്ള ചെസ്റ്റ് എല്ലാം കണ്ടുപിടിക്കാം. ആദ്യം തന്നെ നമുക്ക് എല്ലാ ഐലൻഡിലും പോയി ചെസ്റ്റ് കണ്ടുപിടിക്കാം. ആണ്ടി പറഞ്ഞൊരു ഉള്ളി കാലി ചുറ്റിയതുപോലെ ആയി. ആദ്യം ബോട്ട് മേടിക്കണം, എന്നാലേ നമുക്ക് എല്ലായിടത്തും പോകാൻ പറ്റും. ആദ്യം ഇവിടെ ഹോം പോയിന്റ് സെറ്റ് ചെയ്യും, എന്നാലേ തിരിച്ച് ഇങ്ങോട്ട് വരാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ പൈററ്റ് സ്റ്റാർട്ടറിൽ നിൽക്കും. ഞാൻ സ്ലോപ്പാണ് മേടിക്കുന്നത്, $300. അതിന് കുറച്ച് സ്പീഡുള്ളൂ. ഫ്രീ ആയിട്ട് കിട്ടുന്ന ബോട്ട് മേടിച്ചാൽ ഇന്നൊന്നും അവിടെ എത്തത്തില്ല. ആകെ $6,464 ഉള്ളൂ. സ്കൈലാൻഡിൽ നമുക്ക് ഒത്തിരി സീക്രട്ട് റൂംസ് ഉണ്ട്. ഡയമണ്ട് ചെസ്റ്റ് ഉണ്ട്, ഗോൾഡ് ചെസ്റ്റ് ഉണ്ട്. എൻ്റെ അറിവിലില്ല, അതില്ല. എന്തോ സിൽവർ ചെസ്റ്റ്. എൻ്റെ വണ്ടിക്ക് എങ്ങനെ കയറുമെന്ന് എനിക്കറിയില്ല. ായിരിക്കും. നമ്മൾ എത്താറായിട്ടുണ്ട്. ഇതിൻ്റെ മണ്ടയ്ക്ക് ഫുള്ള് കയറണം. അതിനകത്ത് ഒത്തിരി ഐലൻഡ് ഉണ്ട്. അതൊക്കെ നമുക്ക് പറക്കാൻ പറ്റിയാലേ കയറാൻ പറ്റത്തുള്ളൂ. അത് വല്ലാത്ത പരിപാടിയാണ്. നമുക്കിതിനകത്ത് ഒത്തിരി അബിലിറ്റീസ് മേടിക്കാൻ പറ്റും. എയർ ജമ്പ്, ഓറ. അപ്പോൾ അങ്ങനെ എത്താറായിക്കൊണ്ടിരിക്കുന്നു. മിക്കവാറും നമ്മളിപ്പോൾ ഒരു ക്രാഷ് ലാൻഡ് ആവും. ഇടയ്ക്കായിട്ടായിരിക്കും കാണാറ്. ഞാൻ ഫസ്റ്റ് ഈ സ്കൈലൈൻ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ നമ്മൾ ഇത്ര ദൂരം വന്നത് വേസ്റ്റ് ആകും. അതാണ് വേറൊരു കാര്യം. എവിടെ ഒരു ചെസ്റ്റ് ഇപ്പോൾ നമുക്ക് ഓടിപ്പോയി എടുക്കാം. ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കാരണം വൺ ഷോട്ടിൽ പോലും ഇല്ല. നമുക്ക് $808 കിട്ടിയിട്ടുണ്ട്. ഇനി വീണ്ടും കയറും. പിന്നെ മണ്ടയ്ക്കെത്താൻ കുറച്ച് നേരം എടുക്കും. അതുകൊണ്ടാണ് ഇന്നെ സ്കൈലാൻഡ് അവിടെ ഒരു ചെസ്റ്റ് കാണണം. ശരിയാണെങ്കിൽ ഉണ്ട്. ഇത് ഗോൾഡാണ്. $866 കിട്ടി. ഞാൻ മണ്ടയ്ക്ക് കയറി പോകും. ഫ്ലിപ്പൊക്കെ അടിച്ചിട്ടാണ് ഇവിടുന്ന്. നാളൊന്നും കിട്ടിയ നേരെ താഴോട്ടാണ്. ഇത്രയും കയറിയത് വേസ്റ്റ് ആവും. ഫ്ലിപ്പൊക്കെ അടിച്ചിട്ടാണ് പോകുന്നത്. ലെറ്റ്സ് ഗോ. നമുക്ക് കയറിയപ്പോൾ തന്നെ അവിടെ ഒരു സിൽവർ ചെസ്റ്റ്, ഡയമണ്ട്, എന്തോ ഗോൾഡ് ചെസ്റ്റ് കാണുന്നുണ്ട്. ഇവിടെ ഉണ്ടോ നോക്കാം. ലെറ്റ്സ് ഗോ. ഇവിടെ ഡയമണ്ട് ചെസ്റ്റ് ഇരിപ്പുണ്ട്. നമുക്ക് ലക്കുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ
ഇനി നമ്മൾ എവിടാണ്? പാരറ്റ് വില്ലേജിലോട്ട് പോകും. നമ്മുടെ ബോട്ട് എടുത്തുകൊണ്ട് പാരറ്റ് വില്ലേജിലോട്ട് പോകും. ഇവിടുന്ന് അതിനെക്കാട്ടിലും ടെലിപ്പോർട്ട് അടിക്കുന്നതാണ് അവിടെ മരുന്ന്. അതിനെക്കാട്ടിലും നമ്മുടെ ജംഗിളിലെടുത്ത് ഇവിടുന്ന് ഒരു ബോട്ട് മേടിച്ചിട്ട് അങ്ങ് പോയാൽ മതി. അതാണ് നമുക്ക് നല്ലത്. ഇപ്പം ഞാൻ കുറച്ച് വില കൂടിയ ബോട്ടാണ്, കാരണം എനിക്ക് ഇപ്പോഴും അവിടെ എത്തണം. $1000 ബോട്ടാണ് മേടിച്ചത്, കാരണം അല്ലെങ്കിൽ ഇപ്പോഴൊന്നും അവിടെ എത്തത്തില്ല. പൈസ പോവും അത്രയും, എന്നാലും കുഴപ്പമില്ല. നമുക്ക് സ്വന്തമായിട്ട് ഇരിക്കത്തതും ഇല്ല, ആരെങ്കിലുമൊക്കെ അടിച്ചുകൊണ്ടും പോകും. പാരറ്റ് വില്ലേജ് ഞാൻ കണ്ടു, നേരെയാണ്. നമ്മുടെ ലെവൽ ഇപ്പോൾ കൂടുന്നില്ല, നമ്മൾ ജസ്റ്റ് ആയിട്ട് തപ്പി നടക്കുകയായതുകൊണ്ട് ലെവലും കൂട്ടണം. പ്രത്യേകത, ഇവിടെ ഒരു സിൽവർ ചെസ്റ്റ് പോലും ഇല്ല. ഇവിടെ എല്ലാം ഗോൾഡൻ ഡയമണ്ട് ചെസ്റ്റുമാണ്. ഞാൻ ഉദ്ദേശിച്ച ഗോൾഡ് ആൻഡ് ഡയമണ്ട് എന്നല്ല, ഗോൾഡൻ ഡയമണ്ടുള്ള ചെസ്റ്റാണ്. അതുപോലെ ഇവിടെ ചെസ്റ്റ് കാണുന്ന ചെസ്റ്റ് ഉണ്ട്, അവിടെ ഒരു തിളക്കം ഞാൻ കണ്ടു. ഇവിടെ ചെസ്റ്റ്, ഈ ഡയമണ്ട് ചെസ്റ്റ് കാണുന്നത് ഭയങ്കര റെയറാണ്. സ്പോൺ ആകുമ്പോഴേ ആൾക്കാർ എടുത്തോണ്ട് പോകും. ഇപ്പം ആരും കളിക്കില്ല. കളിക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് ആണ് ഞാൻ, എനിക്ക് 728 പൗണ്ടേ ഉള്ളൂ. അത് ഞാൻ കൂട്ടി വരണം. ഇതിന്റെ പുറകിലുണ്ട് ഷെഫാണ്. അവനെ കൊല്ലാൻ ഞാനായിട്ടില്ല. 55 ലെവലങ്ങാണ്ട് വേണം. അതുകൊണ്ട് അവൻ കാണാൻ അവൻ്റെ ഫ്രണ്ടിൽ കൂടെ നമുക്ക് പോകും. ഇത്ര ഉള്ളെന്ന് തോന്നുന്നു. അവനെ കാണുന്നില്ല. നൈസായിട്ട് സ്കൂട്ടാവാം. നമുക്ക് ടെലിപ്പോർട്ട് അടിച്ചിട്ട് പുറകിലേക്ക് ഇങ്ങനെ വരും. അതിന് മുന്നേ ഇവിടെ ഏതൊക്കെ വെപ്പൺസ് ഉണ്ടെന്നിരിക്കുന്നു. കട്ടാനുണ്ട്. അങ്ങനെ $12,000 ആണ്. അത് മേടിക്കണോ ഇല്ലയോ വേണ്ട, നമുക്ക് ഇതിന് പകരം ഗണ്ണ് മേടിക്കുക, അതാണ് നല്ലത്. എൻ്റെ ബോട്ട് എന്ത് ചെയ്യും? ബോട്ടിലോട്ട് നമുക്ക് ചാടിപ്പോവാം. ഇതെനിക്ക് കളയാൻ പറ്റത്തില്ല, കാരണം $1000 കൊടുത്ത് മേടിച്ചതാണ്. ഈ ബോട്ടിന് കൊടുത്ത കാശുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ ഗണ്ണ് മേടിക്കാം. നിങ്ങൾ ഫ്രണ്ടിൽ കാണുന്നതാണ് ഫൗണ്ടൈൻ സിറ്റി. അവിടെ പോകണമെങ്കിൽ നമുക്ക് 600 ലെവലെങ്ങാണ്ട് വേണം. ഇനി മിഡിൽ ടൗണിലോട്ട്, അവിടാണ് നമ്മുടെ ഗണ്ണുള്ളത്, ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞ ഗണ്ണുള്ളത്. അവിടെ ഷോട്ട് ഗണ്ണൊക്കെ ഉണ്ട്, സ്ലിംഗ് ഷോട്ട്. പിന്നെ ഇത് കുറച്ച് സൂം ചെയ്യാം. ഇവിടെ ഒത്തിരി ചെസ്റ്റ് ഉണ്ട്. പോസ്റ്റർ $5,000 കിട്ടും അവനെ കൊന്ന്. നമ്മളവനെ കൊല്ലാറായിട്ടില്ല. അവനെ കൊല്ലാൻ പോയാൽ നമ്മൾ ചാവും. ഇവിടെ ഏണിയുണ്ട്, ഈ ഏണി കയറിയിട്ട് അവിടെ ഒരു ചെസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞ ആൾ ഇവനാണ്. ഇവനല്ല, ഇതല്ല, ഇവൻ. ഇവൻ്റെ ഒത്തിരി കാണും. വെപ്പൺ ഡീലറാണ്. ഞാനെപ്പോഴും മേടിക്കുന്ന ഫ്ലിപ്പ് ലോക്ക് എന്നാണ്, ഫ്ലിപ്പ് ഫ്ലോപ്പൊന്നും അല്ല. അതിന് $10,000 ഉണ്ട്. ഞാൻ പർച്ചേസ് ചെയ്യാൻ പോവാണ്. പർച്ചേസ് ഞാൻ ആകെ എൻ്റെ $5,000 ഉണ്ടായിരുന്നു. ഇതിനകത്ത് ടെലിപ്പോർട്ട് അടിക്കും. ഗോച്ചയുടെ ഫ്രൂട്ട് സ്പിൻ ചെയ്തിട്ട് അവർ നല്ലതല്ലെങ്കിൽ അവിടെ വിട്ടിട്ട്
എപ്പിസോഡിൽ ഇവൻ്റെ മെയിൻ അക്കൗണ്ട് അല്ല, ഇത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയേക്കുന്ന അക്കൗണ്ടാണ്. എൻ്റെ മെയിൻ അക്കൗണ്ട് ഇവനൊക്കെ എനിക്ക് 3 ഷോട്ടാണ്. അതിനകത്ത് ഞാൻ 430 ലെവലാണ്. അതൊക്കെ ഉല്ലാസൊക്കെ എനിക്ക് 1 ഷോട്ട്. ഞാൻ ഇപ്പോൾ ആ അക്കൗണ്ടിൽ നിൽക്കുന്നത് അണ്ടർ വാട്ടർ സിറ്റിയിലാണ്. ആ അണ്ടർ വാട്ടർ സിറ്റിൻ്റെ എന്തുവാ ലോഡിനെ അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് അവിടുത്തെ ബോസിനെ. അണ്ടർ വാട്ടർ സിറ്റി കഴിഞ്ഞിട്ട് ഏതൊക്കെയാണ് ഇതൊക്കെ കമന്റ് അടിക്കുന്നത് പക്ഷെ അറിയത്തില്ല. എൻ്റെ ഹാഫ് ഹെൽത്തായി. ഷാവാറായി. എൻ്റെ ഇവൻ്റെ നമ്മുടെ അടുത്തോട്ട് പോകണം. ഇവനിങ്ങനെ അടിക്കും. പിന്നെ നമുക്ക് നീങ്ങാൻ പറ്റത്തില്ല. നമ്മുടെ ഒത്തിരി അവൻ ഇവനെ കൊല്ലുന്നതിന് നമുക്ക് കൊല്ലണം. ഒരു സൈഡിൽ നിന്ന് കൊല്ലാൻ നോക്കുന്നുണ്ട്. ഒരു നോക്കെന്ന് പറഞ്ഞ ഒരുത്തൻ വന്നിട്ട് ഇവനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. കണ്ണിവനെ നല്ല എടുത്തെടുക്കുന്നുണ്ട്. ചാവാറായി. ഇവൻ്റെ ലാസ്റ്റ് എടുത്തെത്തുമ്പോൾ നൂബ് ഇവനെ വന്ന് കൊല്ലുമെന്ന് എനിക്ക് അറിയത്തില്ല. കൊന്നാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വെറുതെ ആവും. നമ്മൾ ലെവൽ 24 ആയി. 20ന്ന് നമ്മുടെ ഗണ്ണിൻ്റെ മാസ്റ്ററി ലെവൽ 7 ആയി. ഇത്ര പെട്ടെന്ന് നമുക്ക് ഈ വേണ്ടത് ഞാൻ പറയാൻ വന്നത് ഈ സ്റ്റാറ്റ്സ് എന്തോ 100 എത്തിയിട്ട് നമുക്ക് എല്ലാം അപ്ഗ്രേഡ് ചെയ്യാതായിരുന്നു. പക്ഷേ വേണ്ട, നമുക്ക് ഈ ഗണ്ണ് 20ലോട്ടാക്കാം. ഗണ്ണും അത് മാത്രം അപ്ഗ്രേഡ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് ബ്ലോക്ക് സ്കൂട്ടും അപ്ഗ്രേഡ് ചെയ്യാനുള്ളതാണ്. എല്ലാം അപ്ഗ്രേഡ് ചെയ്ത് ഇവിടെ നമുക്ക് ടെലിപ്പോർട്ട് ആയി അങ്ങോട്ട് പോകാം. എനിക്ക് വയ്യ അവിടെ വരെ പോകാൻ. അവിടെ വരെ പോകുമ്പോൾ ഒത്തിരി സമയമാകും. എന്നിട്ട് ഇവിടുന്ന് എനിക്കറിയാം ഇവിടെ ഉണ്ടല്ലോ ഒരു ഡയമണ്ട് ജസ്റ്റ് ഉണ്ട്. പക്ഷെ അത് തുറക്കാൻ നമ്മൾ ആ സ്വിച്ചൊക്കെ ഉണ്ട്. അത് എവിടെയൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. അത് വീണ്ടും കൊല്ലാക്കി ആ സ്പോൺ ആവാൻ കുറച്ച് സമയം എടുക്കും. അതുവരെ നമുക്ക് ഇവിടുത്തെ സ്വിച്ചൊക്കെ കണ്ടുപിടിക്കാൻ നോക്കാം. ഓരോ ട്രീസിലും ഒക്കെ കാണും സ്പോൺ ആവുന്ന ടൈം വരെ. എനിക്കത്ര എനർജി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പെട്ടെന്നാണ് എനർജി ലെവൽ കുറയുന്നത്. ഞാൻ കൊല്ലാൻ വന്നേ. ഞാൻ ഇപ്പം ചത്തതിന് ജസ്റ്റ് ഇവിടെ വെറുതെ കാണണേന്ന് ഒരു സ്വിച്ച് കിട്ടി. മാസ്റ്ററി ലെവൽ 10 ആയി. 15 നമുക്കൊരു അത് ഓണാവും. നമുക്കൊരു അത് കിട്ടും എബിലിറ്റി. നമുക്ക് അപ്പം തന്നെ ഇവിടുത്തെ സ്വിച്ച് കണ്ടുപിടിക്കാം. അങ്ങനെ കുറച്ച് പൈസ കിട്ടും. ഈ ട്രീസിലും ഒന്നുണ്ടായിരുന്നു. ഇവിടുത്തെ 2 എണ്ണം ആക്ടിവേറ്റ് ആയി. ഇവിടെ ഇവിടെ ഒരു സിൽവർ ചെസ്റ്റ് ഉണ്ടായിരുന്നു. ഒന്നാമത് 300 കിട്ടി. ഇനി അങ്ങോട്ട് പോവാം. നമ്മൾ
നോക്കാൻ തരുമെന്ന്. റീലോഡിങ് ആണ്, പറഞ്ഞിട്ട് റീലോഡാകും. ഇല്ല, നമ്മൾ പോസ്റ്റ് എടുക്കേണ്ട വരും മിക്കവാറും. ഓക്കെ, നമുക്കൊന്ന് പോസ്റ്റ് എടുക്കാം. കാണാൻ പറ്റട്ടെ. എനിക്ക് ചെറുതായിട്ട് പനിയാണ്, അതുകൊണ്ടാണ് സൗണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. 6 ഗൊറില്ലാസിനെ കൊന്നാൽ മതി, ഞാൻ ഏറ്റു കൊത്തി. നമ്മുടെ മാസ്റ്ററി ലെവൽ ഭയങ്കര പെട്ടെന്നാണ്. കോമ്പാറ്റ് ഉപയോഗിച്ച് കൊല്ലുമ്പോൾ ഒത്തിരി സമയമെടുക്കും, അതുപോലെ ഈ ഗണ്ണ് ലോഡാവാനും. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ഹെൽത്താക്കിയിട്ട് ഗണ്ണും കൊണ്ട് കൊല്ലാൻ പോവാണ്. ഈ 2 പേരോടെ കൊന്നാൽ മതി. അയ്യോ, ഞാൻ ഇപ്പം ചത്തേനെ. ഞാനാ കൊല്ലട്ടെ. നമുക്ക് ഇതിൻ്റെ എബിലിറ്റി ഒക്കെ ഒന്ന് യൂസ് ചെയ്യാം. ചത്തവൻ ഇല്ല. ലെറ്റ്സ് ഗോ. ന്യൂ കോസ്റ്റ് അവൈലബിൾ. നമ്മൾക്ക് ന്യൂ ഐലൻഡും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു, ബൈ ബൈ.